മൂന്ന് വട്ടം രക്ഷിക്കാനല്ല 3 പ്രാവശ്യം പറയാനാ പറഞ്ഞത്. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. 3 വർഷം മുൻപ് ജോലിക്ക് നിന്ന ഞാൻ 3 വർഷം മുൻപ് ഞാൻ ഇവിടെ ജോലിക്ക് നിന്നു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളർന്ന ചിന്റുപോൻ എപ്പോഴും എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും മാറി നിൽക്കുന്ന മുതലാളിയാണ്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറയില്ലേ? മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത് നിനക്കൊരു ഫാഷൻ അല്ലേടി? ഒരു ഫാഷൻ അല്ലേടി? ഇല്ലാവുള്ള രാത്രിയിൽ മാവിൻ ചോട്ടിൽ നിന്നെയും നോക്കി ഞാൻ ഇരുന്നപ്പോൾ സെറ്റുമുണ്ടും തലയിൽ മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ എന്റെ അരികിൽ ഓടി ഇറങ്ങി എന്റെ മന്ദസ്മിതമേ നിന്നെ വാരി പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. അച്ഛൻ വരുന്നു. അയ്യോ മുതലാളി മര്യാദക്ക് വിളിയാക്കാനാ പറഞ്ഞത്. 3 വർഷം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട. എന്തോ നിന്നോട് ഞാൻ പകരം ചോദിക്കും. അവന്റെ പേരെന്ന് വിളിച്ചു. എന്തെന്നാ? ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഗോപിന്ന് വിളിച്ചാൽ ഗോപി. ഗോപിയല്ല, PK ഗോപി. വന്നതിന്റെ ഉദ്ദേശം 3 വർഷം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട. നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മകളെ നിന്നോടല്ലേ പറഞ്ഞു? ഒരാൾ പറയാ. ഞാൻ പറഞ്ഞു എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് നിന്ന് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്നട്ടല പുട്ടല അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് ചാടി വീഴുന്നു. പിടിക്കുന്നു. എടാ നിന്റെ കഴുത്തിൽ കുത്തി പിടിക്കാനല്ല, ഇവന്റെ കഴുത്തിന്. മുതലാളി തോക്ക്. എന്തോന്ന് തോക്കാനല്ല, അതല്ല പറഞ്ഞേ. തോക്കെടുത്തില്ല. ഇവന്മാരൊക്കെ നാടകം കൊള്ളാം. അങ്ങോട്ട് വരാം. എന്റെ ഒന്നും വരുന്നില്ല. ഞാൻ അങ്ങോട്ട് കൂടി തന്നോളാം. ഒന്നും അനങ്ങണ്ട, ഞാൻ അവിടെ എത്തിച്ചോളാം. അവിടെ നിന്നോ. ആരും കാണത്തില്ല, ഞാൻ അങ്ങോട്ട് കൊണ്ടു തന്നോളാം. ആരും കാണത്തില്ല. കിട്ടിയോ? കിട്ടിയോ? വെടി വെക്കുന്നു. മരിച്ചു വീഴുന്നു. ചിരിക്കുന്നു. മകൻ വരുന്നു. മുതലാളി എന്തോ 3 വർഷം മുമ്പ് ജോലിക്ക് നിന്നിരുന്ന എന്റെ പൊന്നു പെങ്ങളെ ഗർഭിണിയെ
നീ നശിച്ചു പോകും. അത് ചോദിക്കാനെത്തി എന്റെ പൊന്നു അച്ഛൻ വെടിവെച്ചു കൊന്ന ദുഷ്ടാ. എന്റെ പൊന്ന അച്ഛൻ ഉറുമ്പടിയായിട്ട് സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് മാറി അവിടെ മരിച്ചെടുക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ടാ. നീ നശിച്ചു പോകും. ശരി, നീ പെങ്ങളെ സവന്തിയെ നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നെ ഒന്ന് ഗർഭിണിയായി കാണുക. നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നെ ഒരു കുടുംബിനിയായി കാണുക. എനിക്കിത് എങ്ങനെ സംഭവിച്ചു? അതേട്ടാ, ഒരു തണുത്ത മരവിച്ച കറുത്ത രാത്രി ടിവി കാണാൻ പോയി. ഏഷ്യാനെറ്റിലും സൂര്യയിലും കോമഡി പ്രോഗ്രാം കണ്ടോണ്ടിരുന്നതിനെ പെട്ടെന്നാണ് മുതലാളി പാഷൻ ചാനൽ കാണാൻ നിർബന്ധിച്ചത്. ഞാനൊന്നും പറഞ്ഞില്ല. ഇയാള് പറഞ്ഞതാണ് പാഷൻ ചാനൽ കാണടി കാണടി, അത് നല്ലതാണടി. താങ്കളല്ലേ എന്നോട് അന്ന് പറഞ്ഞത് പാഷൻ ചാനൽ കാണാൻ. അങ്ങനെ പാഷൻ ചാനൽ കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു തുള്ളി പോലും ഓർമ്മയില്ല. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം വ്യക്തമായി. ഇവിടെ തെറ്റ് ചെയ്തത് എന്റെ ഫലമല്ല, മുതലാളിയുമല്ല, മറിച്ച് ഫാഷൻ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു ചെറിയൊരു ഉപദേശമുണ്ട്. നമ്മുടെ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഇനിമേല ഫാഷൻ ചാനൽ കാണുന്നതിന് വേണ്ടിയായി അയലക്കത്ത് വീടുകളിലോ മറ്റോ പറഞ്ഞയക്കരുത്. പറഞ്ഞയച്ചാൽ